ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഓണം സീരീസിലെ ആദ്യത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു മാസത്തിൽ മൊത്തത്തിൽ നല്ല ബിസി ആയിരുന്നു അല്ലേ? മക്കളുടെ എക്സാമും വീട്ടിലെ തിരക്കുകളും എല്ലാം കൂടിയായിട്ട്. ആ സമയത്ത് വലിയൊരു ചേഞ്ചാണ് ഓണം വെക്കേഷൻ അല്ലെങ്കിൽ ഓണം വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു മേക്ക് ഓവറാണ് നമ്മളിന്ന് ആദ്യം ചെയ്യുന്നത്. ആദ്യം തന്നെ സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു ചാർട്ട് പേപ്പറിലോട്ട് ഞാൻ മാവേലിയുടെ പടമുള്ളൊരു പ്രിൻ്റ് ഔട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. 40 രൂപ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓണാശംസകൾ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പ്രിൻ്റ് ഔട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. 15 രൂപയാണ് ഇതിന് വില വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിത് വരയ്ക്കാൻ അറിയെങ്കിൽ നന്നായിട്ട് വരയ്ക്കുന്നവർക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് കാണാൻ നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ചാർട്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ചുമരിലോട്ട് നമുക്കിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോ സെഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാവേലിയുടെ പോലത്തെ തന്നെ വലിയ മോഡലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുതെടുത്തുള്ളൂ നമുക്ക് വീട്ടിലേക്ക് ആയതുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പേസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന വേറെ ഒരു പ്രിൻ്റ് ഔട്ടാണിത്. ഇത് ഫ്ലവറിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു സെറ്റായിരുന്നു. ഇതിന് 70 രൂപ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. 2 വലിയ ഫ്ലവറും പിന്നെ 3 മീഡിയം സൈസിലുള്ള ഫ്ലവേഴ്സും പിന്നെ തീരെ കൊച്ച് 3 ഫ്ലവേഴ്സുമാണ് ഇതിൻ്റെ കൂടെ വരണത്. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള 3 ഫ്ലവർ ഞാൻ ആ ഒരു ചാർട്ട് പേപ്പറിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെല്ലോ ടേപ്പ് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് വർഷം മുൻപ് ഞാൻ മേക്ക് ഓവർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പൂമാലകൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പല കളറുള്ളതും കിട്ടുന്നുണ്ട്, ഇതുപോലെ യെല്ലോ മാത്രം, ഓറഞ്ച് മാത്രം അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. 5 എണ്ണത്തിൻ്റെ സെറ്റിന് ഏകദേശം 250 രൂപയിൽ താഴെയാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണമായിട്ട് മേടിക്കുകയാണെങ്കിൽ 50 രൂപ അതിൽ താഴെയാണ് ഏകദേശം പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു ഇത് ഫുള്ള് ഈ പൂക്കളിൽ മഞ്ഞ മാത്രം നമുക്ക് ഹാങ് ചെയ്തിടാം, ഓറഞ്ച് അതിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ആ മഞ്ഞ പൂക്കൾ മാത്രം അത് കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൂക്കൾ മാത്രം വേർതിരിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ചേട്ടനും കൂടി അത് ഫുൾ കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചരടിൽ ഞങ്ങളൊരു 25 പൂക്കളാണ് ഹാങ് ചെയ്തിടുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു 5 മാലകളായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്, യെല്ലോ കളർ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വട്ടം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ചെയ്യണ്ടേ. ഇനിയൊരു പൂമാല നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഉണ്ടാക്കാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനായിട്ട് മഞ്ഞ പേപ്പറാണ് നമുക്ക് വേണ്ടത്. മഞ്ഞ ചൈന പേപ്പർ മേടിച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള വീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സർക്കിൾ, പൂവിൻ്റെ അളവ് എത്ര വേണ്ടത് അത്രയും പോകുന്നൊരു സർക്കിൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു 10 ഷീറ്റ് ചെറുത് ഇങ്ങനെ കിട്ടിയാലാണ് ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി തോന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഈ സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്, ഇപ്പോൾ ഒരു 10 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ സ്റ്റേപ്പിളർ ചെയ്ത് കൊടുത്തിട്ട് ഓരോ പീസ് പേപ്പറും മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. അങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു പൂവിൻ്റെ ഡിസൈൻ വരും. ഇനി എക്സാക്റ്റ് അതുപോലെ തന്നെ വരണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. ഈ സർക്കിൾ കട്ട് ചെയ്ത് സ്റ്റേപ്ലർ ചെയ്ത ശേഷം അരികു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് കുരുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ ഇതേപോലെ തന്നെ ഉയർത്തി കൊടുക്കുകയാണെങ്കിൽ സെയിം ചെട്ടുമല്ലിപ്പൂവിൻ്റെ അതേപോലെ തന്നെ വരും. ഓറഞ്ചും മഞ്ഞയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു 25 എണ്ണം ഉണ്ടാക്കിയെടുത്ത് ഒരു ചരടിൽ കോർത്തെടുത്താലും നേരത്തെ കാണിച്ച പൂമാലകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മേക്ക് ഓവറിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഞാൻ എൻ്റെ ലിവിങ് റൂം വേഗം തന്നെ ക്ലീൻ ചെയ്തിടാണ്. കാരണം നമ്മൾ ഈ മേക്ക് ഓവറിന് വേണ്ടി ഐറ്റംസൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇനി ഓണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്ത് മാറ്റുള്ളൂ. അപ്പോൾ ക്ലീനിങ് അതിൻ്റെ ഇടയിൽ അടിച്ചു വാരിയിടാനൊക്കെ പറ്റും, അല്ലാത്ത ക്ലീനിങ് ബുദ്ധിമുട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വേഗം ജനാലയും വാതിലും TV യൂണിറ്റ് അതെല്ലാം പൊടി തുടച്ച് ഒക്കെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഓണത്തിൻ്റെ ക്ലീനിങ് ഇതിൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മേക്ക് ഓവർ പ്ലസ് ക്ലീനിങ് ആണ് ചെയ്യണത്. ലൈഫിലത്തെ ഓരോ വർഷവും ഇങ്ങനെ കഴിയും തോറും, പ്രത്യേകിച്ച് നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വരുന്ന ഈ ഫെസ്റ്റിവൽസാണ് പലപ്പോഴും നമുക്ക് നല്ലൊരു സ്ട്രെസ് റിലീഫ് നൽകുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ മൈൻഡ് മാറാനായിട്ട് സഹായിക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കളും അത് കണ്ട് പഠിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് വരുമ്പോൾ വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഇങ്ങനെയായി പോയല്ലോ, ഭയങ്കര തിരക്കായി പോയല്ലോ, എനിക്കും അങ്ങനെ തന്നെയാണ് വരാറുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ മൈൻഡ് പെട്ടെന്ന് അങ്ങോട്ട് മാറും. പിന്നെ പ്രത്യേക ഒരു മാറ്റമാണ് ആ ഒരു നെക്സ്റ്റ് മന്ത് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു ചേഞ്ച് വരുത്തിയാൽ കുട്ടികൾക്കായാലും ഭയങ്കര സന്തോഷം. അവരെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ അവരും അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചോളും.
ഇനി നമ്മുടെ ലിവിങ് റൂം മേക്ക് ഓവറിലോട്ട് തിരിച്ച് വരാം. ലിവിങ് റൂമിൽ നമ്മൾ കുറച്ച് വാൾ ഹാങ്ങിങ്സ് തൂക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു സ്റ്റിക്കിലോട്ട് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന യെല്ലോ കളറിലുള്ള കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അല്ലാണ്ട് ഇത് മാച്ചിങ് ആയിട്ട് മേടിച്ചതൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള 2 ഡ്രീം ക്യാച്ചേഴ്സ് ആദ്യം രണ്ട് അറ്റത്തും ഹാങ് ചെയ്ത് കൊടുത്തു. പിന്നെ നേരത്തെ മേടിച്ചിട്ടുണ്ടെന്ന ആ പേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ നൂലിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ നൂലിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഡെക്കോറാണിത്. അപ്പോൾ ഈ ഡ്രീം ക്യാച്ചേഴ്സ് ഞാൻ മേടിച്ചിട്ടുള്ള ലിങ്കുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ നമ്മളിതിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഓൺലൈൻ ലിങ്കുകൾ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഹാങ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല കളർഫുള്ളായി ലിവിങ് ഏരിയ. ഇനി ബാക്കിയുള്ള ഏരിയയും കൂടി നമുക്കൊരു മേക്ക് ഓവർ ചെയ്യണം. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മഞ്ഞ കളർ പൂക്കളുടെ മാല ഉണ്ടല്ലോ, അത് ഞാൻ അവിടേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ 5 എണ്ണമാണ് നീളത്തിലുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 എണ്ണം കുഞ്ഞീതായിരുന്നു. അപ്പോൾ 2 കുഞ്ഞീത് ഞാൻ എൻ്റെ ഇടയിലായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കർട്ടൻസുമേ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ലിവിങ് റൂമിന് നല്ലൊരു ചേഞ്ച് കൊടുക്കുന്ന സംഭവമാണ് കുഷ്യൻസ് വെക്കുക, അതിന് കവർ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കുഷ്യൻ കവറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 4 വർഷം മുൻപ് തയ്ച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കുഷ്യൻ കവേഴ്സ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാരി കട്ട് ചെയ്ത് തയ്ച്ചത്. കാരണം ആ സാരി ഭയങ്കര കനം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് കുഷ്യൻ കവർ തയ്ക്കാമെന്ന്. കുഷ്യൻ കവേഴ്സ് നമുക്ക് തലവണ കവർ തയ്ക്കുന്ന അതേപോലെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഈസിയാണ്. സിബില്ലാത്ത മോഡൽ കുഷ്യൻ കവർ എങ്ങനെ തയ്ക്കാമെന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് കിട്ടും. നമ്മുടെ കയ്യിൽ കുഷ്യൻ ഇല്ലെങ്കിലും കുഷ്യനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് തലയാണ് തയ്ക്കുന്ന പോലെ തന്നെ സ്ക്വയറിലാണ് ഇത് തയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 12 ഇഞ്ചിൻ്റെ സ്ക്വയർ തയ്ക്കാം, ഇല്ലെങ്കിൽ 16 ഇഞ്ചിൻ്റെ, പിന്നെ 24 ഇഞ്ചിൻ്റെ. നമ്മുടെ കയ്യിലുള്ളതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്. 16 ഇഞ്ചിൻ്റെ കുഷ്യനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സാധാരണ തലയാണ് പോലെ തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഴയ തുണികൾ നമ്മളിങ്ങനെ കുരുകുരുന്ന് കട്ട് ചെയ്തെടുക്കുക. അത് അതിൻ്റെ ഉള്ളിൽ പഞ്ഞിക്ക് പകരം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തയ്ച്ച് കൊടുത്തിട്ട് ഇതേപോലെ കവർ നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും തുണികളുണ്ടെങ്കിൽ അത് വെച്ച് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 6-7 വർഷം മുൻപ് അങ്ങനത്തെ കുഷ്യൻസാണ് ഉപയോഗിച്ചിരുന്നത്. പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം. അതിൽ ഞാൻ ഇങ്ങനത്തെ കുഷ്യൻസ് ഉണ്ടാക്കുന്നതും ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്താണ് പിന്നീട് ഇപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ മേടിക്കാനായിട്ടൊക്കെ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിലും ഉള്ളത് വെച്ച് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അപ്പോഴാണ് നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി അടുത്തത് നമുക്ക് ഇവിടെ TV യൂണിറ്റിന് അപ്പുറത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡെക്കോർ പീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കനം കുറഞ്ഞ കാർഡ്ബോർഡിലോട്ട് വാഴയിലയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അത് നമ്മളൊന്ന് ഗ്രീൻ കളർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കറികളൊക്കെ നമുക്ക് വരച്ച് കൊടുക്കാം. വരയ്ക്കുന്നതിലും കുറച്ചും കൂടി ഭംഗി, ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ഇത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇനി കറികളൊക്കെ നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ടിഷ്യൂ പേപ്പറിൻ്റെ പീസസ് നമ്മൾ നനച്ചിട്ട് ഇങ്ങനെ ഉരുള പോലെയൊക്കെ ആക്കിയിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ഇലയിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ കറികളുടെയൊക്കെ ഷേപ്പിൽ വേണം അതിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 25 ഐറ്റംസ് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഐറ്റംസ് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നനച്ച ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിൽ ഞാൻ ചോറ് പോലെ തോന്നാൻ വേണ്ടി കുറച്ച് പച്ചരിയാണ് ഇട്ട് കൊടുക്കണത്. അതാകുമ്പോൾ കളർ കറക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് പച്ചരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഇത് കൊണ്ട് നന്നായിട്ട് വെയിലത്ത് ഉണങ്ങാനായിട്ട് വെക്കുക. നന്നായി ഉണങ്ങി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ബ്രഷ് പെൻ ഉപയോഗിച്ച കളർ ചെയ്യണേ അത് വെച്ച് കളർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു ഫ്രെയിമിലോട്ട് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചു. നമ്മൾ ഹാപ്പി ആണെന്ന് എഴുതി എന്തെങ്കിലും ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുക. ഈ ഒരു വാഴലയുടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം വെക്കാനായിട്ട് കുറച്ച് സ്പേസ് വിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓണം ഡെക്കറേഷനാണിത്. ഇനി നമുക്ക് ടീപ്പോയുടെ മുകളിൽ എന്തെങ്കിലും ഡെക്കോർ ഐറ്റം വെക്കാം. ഞാൻ അധികം എപ്പോഴും വെക്കാറില്ല ഐറ്റംസ് കേട്ടോ. കാരണം വെച്ചാലും ഇത് മക്കളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലും ഇതിനെല്ലാം മാച്ചിങ് ആവാൻ വേണ്ടി ഒരു LED ക്യാൻഡിലും കുറച്ച് ഓറഞ്ച് കളർ പ്ലാസ്റ്റിക്കിന് പൂക്കളാണ് കേട്ടോ അത്. പിന്നെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട്, അത് ശരിക്കുള്ളതാണ്. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മുടെ ലിവിങ് ഏരിയ അലങ്കരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഓവറോൾ ലുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഓണം ലിവിംഗ് റൂം മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.